ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്, പക്ഷേ കണ്ടന്റ് എന്തെങ്കിലും ഇടണമല്ലോ ലോങ് ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ബാക്ക് ടു സ്കൂൾ വ്ളോഗ് എടുക്കാമെന്ന്. എനിക്കറിയാം എല്ലാവർക്കും ക്ലാസ് ഇന്ന് തുറന്നുള്ളൂ, പക്ഷേ ഞങ്ങൾക്കിങ്ങനെ ലാസ്റ്റ് വെച്ചിട്ട് എല്ലാം ചെയ്യാനാണ് ഇഷ്ടം. ഇന്ന് ദയ സ്കൂളിൽ പോയി വന്നു, എന്നിട്ടാണ് ഞങ്ങൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണത്. ഇന്ന് ഫസ്റ്റ് ആയതുകൊണ്ട് ബുക്ക് ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ മുതൽ കൊണ്ടുപോകണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോയിട്ട് ഷോപ്പിങ്ങിന് പോവാണ് ഗൈസ്. ബാക്ക് ടു സ്കൂൾ ഞാനും അനിയത്തി മാത്രമാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. എന്തൊക്കെ വാങ്ങും, എന്തൊക്കെ ഇതാക്കും നമുക്ക് പോയി കാണാം ഗൈസ്. അമ്മ വരുന്നില്ല ഗൈസ്, ഞാനും അനിയത്തി മാത്രമാണ് പോകുന്നത്. എന്തൊക്കെ വാങ്ങണം? ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, പൗച്ച് വാങ്ങേണ്ടത്. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. ഞാൻ എൻ്റെ മേൽവാഹനത്തിലാണ് ഇന്ന് പോകുന്നത്, 2 വീലർ സ്കൂട്ടി. ഞാൻ LKG പോവാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള സ്കൂട്ടിയാണ് ഗൈസ് ഇത്. ഇതിൻ്റെ പരിപ്പും എല്ലാം ഇളകിയിട്ടുണ്ട്, എന്നാലും നമ്മുടെ എല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന ഒരേ ഒരു വണ്ടിയാണ് ഗൈസ് ഇത്. എന്തിനും ഏതിനും. അച്ഛനില്ലാത്തപ്പോൾ, കാറില്ലാത്തപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഗൈസ് നമുക്ക് എല്ലാത്തിനും. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിലാണ് ഇന്ന് പോവേണ്ടത്. ദയുണ്ട് കൂടെ, അതായത് എൻ്റെ അനിയത്തിൻ്റെ കൂടെ. എന്തൊക്കെ വാങ്ങും ഏതൊക്കെ വാങ്ങുന്നൊന്നും അറിയില്ല. ഇവള് പറയണത് ഏതോ ഈ റീലൊക്കെ കണ്ടിട്ട് ക്യൂട്ടായിട്ടുള്ള സാധനം വേണം, അത് എജുമാട്ടിലേക്ക് കിട്ടുള്ളൂ, അങ്ങനെ എജുമാട്ട് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പോകുന്നത്. അത് എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ പാലക്കാട് വരെ എജുമാട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ കാണാം ഗൈസ്. നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കാൻ. ഞാനിപ്പോ എജുമാട്ടിൽ പോവാണ്. എന്റെ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് എജുമാട്ടിൽ പോകണം ഗൈസ്. അത് എനിക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്, ക്യൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എജുമാട്ടെത്തി. കുറേ നേരം സ്ഥലം അറിയാതെ ഞങ്ങളിങ്ങനെ കറങ്ങിയിട്ടിരുന്നു. ലാസ്റ്റ് അങ്ങനെ എജുമാട്ട് കണ്ടുപിടിച്ചു ഗൈസ്. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എക്സൈറ്റഡ്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് വന്നു. എനിക്കാണെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി, ഇവിടെ വന്നിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കാനൊക്കെ മടിയാണ് ഗൈസ്. പക്ഷേ ആദ്യത്തെ ഇങ്ങനെ ഫുൾ വ്ളോഗ് പബ്ലിക്കിൽ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കണം. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല നോക്കാൻ. ഇവിടെ കുറച്ച് ലഞ്ച് ബോക്സ് ഒക്കെ കാണുന്നുണ്ട്. നോക്ക്, അത്ര വലുതാണ്. ഇത്ര വലുതാണ് കൊണ്ടുവരിക, അത്ര ബാഗിൽ വയ്ക്കാൻ പറ്റില്ല പറയുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള എജുമാട്ട് അല്ലെങ്കിൽ പാലക്കാട് ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വരാം. കാണിക്കാം. കുറേ പെയിൻറ്റിങ് കളേഴ്സ്, കളറിങ്ങിനൊക്കെ ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എനിക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ വരും ഗൈസ്. നിങ്ങൾക്കറിയോ ഗൈസ്, ഞാൻ ചെറുപ്പത്തിൽ ഒരു ആർട്ടിസ്റ്റായിരുന്നു, നന്നായി ചിത്രം വരയ്ക്കായിരുന്നു. ഇപ്പോൾ ഞാൻ ഫോണൊക്കെ വന്നപ്പോൾ ചിത്രം വരയ്ക്കലൊക്കെ നിന്നു ഗൈസ്. ഫുൾ ഫോൺ അഡിക്റ്റായി. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ചിത്രം വരയ്ക്കൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്നു. പിന്നെ എനിക്കിപ്പോൾ 1 മാസം ലീവാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒക്കെ കണ്ടന്റ് ഇട്ടാലോ എന്നാണ് ഞാൻ ആലോചിക്കണത്. ഇവിടുത്തെ പെയിൻ്റൊക്കെ കാണുമ്പോൾ എല്ലാവരും വാങ്ങാൻ തോന്നുന്നു. ഈ പറയുകയാണെങ്കിൽ ഒന്നും നോക്കില്ല ഗൈസ്. നോക്കണ്ട എന്തെങ്കിലും വാട്ടർ ബോട്ടിൽ നോക്കണം പറയുന്നത്. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിലൊന്നും കിട്ടുന്നില്ല. അവൾക്ക് നല്ല ഭംഗിയുള്ള വാട്ടർ ബോട്ടിലുണ്ട്, പക്ഷെ അവൾക്ക് ഇവിടെ സിപ്പ് ചെയ്ത് കുടിക്കുന്ന പോലത്തെ വാട്ടർ ബോട്ടിൽ വേണം പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഏതെടുക്കണം കൺഫ്യൂഷനായി ഗൈസ്. പിങ്ക് വേണോ അതോ പർപ്പിൾ വേണോ? നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യും. ഇതിപ്പോൾ ഞങ്ങൾ പിങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ. അവിടെ കാണിച്ചു കൊടുത്തവർക്ക് ഞങ്ങൾ അപ്പോഴിത് നോക്കിയിട്ട് പോയി വീണ്ടും ഇതിൽ തന്നെ വന്ന് ഉറപ്പിച്ചു. വേറെ ഒന്നും കാണാനില്ല. ടംബ്ലറൊക്കെ ഉണ്ട് ഗൈസ്, ക്യൂട്ട് ടംബ്ലർ ഗൈസ്. പിന്നെ ഈ ബാഗ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതൊന്ന് നോക്കാൻ വിചാരിച്ചു. ക്യൂട്ടായിട്ടില്ല ഗൈസ്, ലൈക്ക് നല്ല ക്യൂട്ട് ബാഗ് ഉണ്ട്. നന്നായിട്ടുള്ളൊരു നല്ല പേസ്റ്റൽ കളർ ബൊമ്മ പിടിക്ക്. പക്ഷെ ചെറിയ ബാഗ് പോലെ ഉണ്ട്. നോക്ക് ഗൈസ്, ഇത് ബുക്ക് കൊള്ളില്ല. ഇപ്പം കണ്ടത് അത്യാവശ്യം എല്ലാം കൊള്ളുകയും ചെയ്യും, കുറച്ച് കൊള്ളും. എന്താണ് ഇത്ര സ്പേസ് ഉണ്ട്. ക്യൂട്ടായിട്ട് ഇത് എടുക്കാടി നന്നായിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ടോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ എയിം ടോയ്സ് അല്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും എടുക്കുന്നില്ല. ഇവിടെ കുറേ ബാഗ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്.
ക്യൂട്ട് സാധനങ്ങൾ. എന്താണ് ഈ ലഞ്ച് ബോക്സ് തപ്പണം. ഇപ്പോൾ വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്, ബാഗ് കിട്ടിയിട്ടുണ്ട്, ഇനി ലഞ്ച് ബോക്സ്, പിന്നെ കുറച്ച് സ്റ്റേഷനറി ഒക്കെ. കുട വേണം. ഓട്ടോ ആയി പോകണോണ്ട് കുട വേണ്ട. പക്ഷെ കുടയും ക്യൂട്ട് സാധനങ്ങളുണ്ട് തോന്നുന്നു ഗൈസ്. ഇവിടെയൊക്കെ നോക്ക്. അങ്ങനെ ഒരു ഫാൻ മുമ്പ് വാങ്ങിയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളും. കുട നോക്കാമേ, ക്യൂട്ട് കുട ഉണ്ട് കേട്ടോ. നല്ല കുട്ടിയായിട്ട് പർപ്പിളൊക്കെ ഉണ്ട് അവിടെ. നന്നായിട്ടില്ലേ, ക്യൂട്ടായിട്ടില്ലേ. ഇപ്പോൾ ഈ ഒരു പൗച്ചാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, ക്യൂട്ടായിട്ടുള്ളത്. ഗൈസ്, ഇപ്പോഴത്തെ ഈ കാലത്തിൽ എന്തൊക്കെയാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബോട്ടിൽസ്, ബാഗ്, ബുക്കൊക്കെ. പക്ഷെ നമ്മുടെ കാലത്ത് നമ്മൾ മറ്റേ സ്പ്രൈറ്റിൻ്റെ പെപ്സിൻ്റെ പുതിയ സ്പ്രൈറ്റും പെപ്സിയൊക്കെ വാങ്ങി അതിൻ്റെ കുപ്പി കൊണ്ടുപോകാൻ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരുന്നവരാണ് നമ്മൾ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു കാര്യം ഗൈസ്, ഭയങ്കര എക്സ്പെൻസീവാണ് ഗൈസ് ഇവരുടെ കാര്യങ്ങളൊക്കെ. ക്യൂട്ട് സാധനങ്ങളുടെ പിന്നാലെയാണ് ഇവർ. ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽ, ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബോക്സ്, ബാഗ്, എല്ലാം അങ്ങനെ ക്യൂട്ടായിട്ടുള്ള. നമ്മളൊക്കെ പണ്ട് എക്സാമിന് പോകുമ്പോൾ മാത്രം നമ്മൾ ആ മറ്റേ സ്റ്റൈലായിട്ട് മറ്റേ കവർ കൊണ്ടുപോയില്ലേ ഗൈസ്, ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറിൽ കൊണ്ടുപോയില്ലേ, ആ കവർ കൊണ്ടുപോകണം നമുക്ക് എന്തോ വലിയ കാര്യമായിരുന്നില്ലേ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും പറ്റില്ല. കവറോ അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബാഗ് തന്നെ ഈ വർഷം കൊണ്ടുപോകാനൊന്നും അവർക്ക് പറ്റേ ഇല്ല. അങ്ങനെയാണ് ദയ. കഴിഞ്ഞ വട്ടം അവൾക്ക് പുതിയ ബാഗ് വാങ്ങി, ഇപ്രാവശ്യം അവൾക്ക് പുതിയ ബാഗ് വാങ്ങണമെന്നാണ് പറയണത്. മഞ്ഞുണ്ട്, അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. ഇതൊത്തിരി നന്നായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഈ പൗച്ചൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ നോക്കാം. ഇനി എന്താണ് വേണ്ടത്? ലഞ്ച് ബോക്സ്. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഭയങ്കര ലോ വോയിസിലേക്ക് സംസാരിക്കണം. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഒച്ചയിൽ സംസാരിക്കാനൊന്നും ഒരു മടി കേസ്, സോഷ്യൽ ആൻസൈറ്റി ഉണ്ട് കേസ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വ്ളോഗ് എടുക്കണതൊക്കെ. എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാമെന്നൊരു ഡിസിഷനിലെത്തിയത്. ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങാം ഒരു ഇത് വരുന്നൊക്കെ. സ്പീക്കർ പോലത്തെ ഒരു പൗച്ച്. ഇപ്പം എന്തൊക്കെ പൗച്ചാണല്ലേ ഗൈസ്, ഫുൾ വെറൈറ്റിയാണ്. ഇത് നന്നായിട്ടുണ്ട്. ഇപ്പം ലഞ്ച് ബോക്സ് കൺഫ്യൂഷൻ ഗൈസ്, ഇത് എടുക്കണോ അത് വേറെ എടുക്കണോ എന്ന്. പക്ഷെ കുട്ടിയാണ്, അപ്പോഴേ കണ്ട ഡോണറ്റിന് പോലെയുള്ളത് കൊണ്ടുപോകാൻ പറ്റില്ല ഗൈസ്. കറി ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ആക്കിയാൽ ലീക്കാവും അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇത്തിരി സ്റ്റീലിൻ്റെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ട് ബുക്ക് എടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഒന്ന് കാണുമ്പോഴാണ് ഓരോന്ന് എടുക്കാൻ ഓർമ്മ വരെ. കുട്ടി ബുക്ക് എന്തായി തുറക്ക്. അങ്ങനെ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ കഴിഞ്ഞു ഗൈസ് ഷോപ്പിംഗ് ഒക്കെ. ഗൈസ് ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും ഗൈസ്. ഇനി അവൾക്ക് എന്താണ് സ്കൂൾ ഷൂ എന്തോ വാങ്ങാനുണ്ട്, ഇനി അത് വാങ്ങണം. അത് കഴിഞ്ഞാൽ കഥം ചോറുന്നുണ്ട് ഗൈസ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ മോരിസോഡ കുടിക്കാൻ വേണ്ടി വന്നു. എനിക്ക് പാലക്കാട് വന്ന മോരിസോഡ കുടിക്കാതെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. കൺസോ മോരിസോഡ അഡിക്റ്റ്. അപ്പം ഞാനും എനിക്കും കൂടി ഇതാ മോരിസോഡ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചെരുപ്പല്ല, സ്കൂൾ ഷൂ വാങ്ങാൻ വേണ്ടി. നാളെ മുതൽ അവൾക്ക് ഫുൾ യൂണിഫോമിൽ സ്കൂളിൽ പോകണം. പക്ഷെ അവളുടെ കണ്ണിൽ ഇതൊക്കെ അരട്ട് വിട്ടിട്ട് അവൾക്ക് ഷോപ്പിങ്ങിനുള്ള മൂഡൊക്കെ പോയി ഗൈസ്. അല്ലേ, ഷൂ കൂടി വാങ്ങിയിട്ട് പോവാം.
ചേച്ചി എനിക്ക് കണ്ണില്ല ശരിയാവില്ല. എൻ്റെ കണ്ണ് ശരിയാണ് ചേച്ചി. ഇപ്പം കാണിച്ച ഷൂ ആണ് എടുത്തിട്ടുള്ളത്. ഗൈസ് നമ്മളിപ്പോൾ അടുത്ത ഷോപ്പിങ്ങിന് വന്നു. കാരണം അവിടെ നിന്ന് എടുത്ത ബോട്ടിൽ കുറച്ച് ഓവർ റേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബോട്ടിൽ എടുത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കാമെന്ന് പറയുകയാണ്. പക്ഷെ ഇവിടുത്തെ കളക്ഷൻസും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി വാട്ടർ ബോട്ടിലും കൂടി കിട്ടിയാൽ എല്ലാം സെറ്റായി ഗൈസ്. ആ ഉണ്ട്. പിങ്ക് മാത്രമല്ല, പിങ്ക് പോരെ ഗൈസ്. ഇങ്ങനത്തെ കിട്ടി ഗൈസ്. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന പോലത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എടുക്കാല്ലേ? വൈറ്റ് ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി ഹെയറിൽ മറ്റേ റിബൺ പോലത്തെ സാധനം കിട്ടില്ലേ ഗൈസ്, അത് നോക്കണം. അതും കൂടി കഴിഞ്ഞ് ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. നാളെ മുതൽ ദയ ക്ലാസ്സിലേക്ക് പോകണല്ലോ. ദയ അവിടെ നോക്ക്. പക്ഷെ അവൾക്ക് കണ്ണിൽ ഇത് പെട്ടിട്ട് മൂടൊക്കെ പോയി ഗൈസ്. ഷോപ്പിങ്ങിനുള്ളത് എന്താ പെട്ടെന്ന് അറിയില്ല. അങ്ങനെ ഗൈസ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാമേ കിട്ടി. ബാഗും ഒരേ കളറ്, ലഞ്ച് ബോക്സും ബാഗും ഒരേ കളറ്, പൗച്ചും വാട്ടർ ബോട്ടിലും ഒരേ കളറ്. അങ്ങനെയാണ് സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കിടക്കാറായി. അപ്പൊ ഇനി അമ്മയുടെ റിയാക്ഷൻ കാണാൻ ഗൈസ്. മിക്കവാറും ഞങ്ങൾ എടുത്ത സാധനങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതാണ് പതിവ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലെന്ന് ഇപ്പോൾ നോക്കാം ഗൈസ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളതാ വീടെത്തിയിട്ടുണ്ട്. അമ്മ അമ്മ എന്താ വീടെത്തി. അമ്മ എന്തോ ശ്വാസം ചെയ്ത്. അമ്മ ഇതൊക്കെ നോക്ക്. ബാഗും വീട്ടിൽ എടുത്ത്. ഇതൊക്കെ 2 ദിവസം ഉണ്ടാവും. അതൊക്കെ ചളിയാവും. കുട്ടി കറുപ്പ് ബാഗ് എടുക്കാണ്ടേ. ചെറിയ കുട്ടിയാണ് ഈ പൊക്കി കിട്ടാൻ. നല്ല രസമല്ലേ? സിമ്പിൾ ആയിട്ടില്ലേ? 2 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ പോരാഞ്ഞാ മതി. പോരൊന്നുമില്ല. ഇത് മതിയാവോ? ഒരു കള്ളിയുള്ളൂ. ആ നല്ല സ്പേഷ്യസ് ആണ്. നോക്ക്. ഒരു കള്ളിയിൽ ചോറ്റ് പാത്രം വയ്ക്കണ്ടേയാ? നന്നായി. ഇതൊക്കെ നോക്കി അച്ഛൻ വന്നാ ചീത്ത വെക്കും. ഇന്ന് ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ബാഗിനൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ. പിന്നെ 2 ബുക്ക് അവൾക്ക് ന്യൂസ് ചെയ്താൽ ഒരു ബുക്ക് വേണം പറഞ്ഞു, വേറെ ഇത് ബുക്ക് വേണം പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ബാഗ്, 2 ബുക്ക്, നമ്മുടെ പൗച്ച്, ഇതാണ് വാട്ടർ ബോട്ടില്, വൈറ്റ്നർ, പെന്ന്, ലഞ്ച് ബോക്സ്. കുട്ടി ലഞ്ച് ബോക്സ് മതി പറഞ്ഞു അവൾക്ക്. ഇത്ര ചോറൊക്കെ അവൾ എത്രല്ലേ കഴിക്കില്ല. ചോറ് ഉപ്പേരി, കറി വേറെയല്ലേ ആക്കുള്ളൂ. ചോറിന്റെ മേലെ തന്നെ കുറച്ച് ഉപ്പേരി ചേച്ചിക്ക് ആക്കണ പോലെ. അമ്മയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടും. അമ്മന്റെ പരാതികൾ. എനിക്ക് ബാഗ് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. കറുപ്പ് ബാഗ് നല്ല മേടിക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ്. എനിക്കിതിൽ കൊള്ളിഞ്ചാന് ഇനി ലഞ്ച് ബോക്സ് ഇനി കിറ്റ് വാങ്ങി പിടിച്ച് പോക്കോ കയ്യില്ല. അപ്പൊ പിന്നെ ബാഗ് കേടരുമില്ല അല്ലേ? എന്നാ കിറ്റ് കൊണ്ടുപോകണം. അതെ ലഞ്ച് എവിടെ കൊള്ളു നോക്കട്ടെ. കൊള്ളില്ല. എന്ത് കൊള്ളായ? കറക്റ്റാണ് ലഞ്ച് ബോക്സ്. കവർ വെക്കണം, കവറിലിടണം. കവറിലിട്ടോ? വെക്കണ്ടേ? അതൊക്കെ വെക്കാം. മതി. എത്രയൊക്കെ നല്ല ക്യൂട്ടായിട്ടില്ലേ ബാഗ്? ഒരു ക്യൂട്ടായിട്ടില്ല. 2 ദിവസം കഴിഞ്ഞാൽ അറിയാം. എനിക്ക് ഈ ബൊമ്മയല്ല, എനിക്ക് മൊത്തത്തിൽ ഈ ബാഗ് കളറും ആ ഷേപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. ചളി പിടിച്ചാണ്ടാവും. ചളി പിടിച്ച പൂടിക്കില്ല എന്നറിയില്ല. അത് കേട്ടോ. ഇവിടെ ബാക്കിലേക്ക് സിബ് ഉണ്ട്. ഇതാ ബാക്കിൽ വെച്ച ചോറ്റുമ്പോ എന്തൊക്കെയോ. അതിപ്പോ തന്നെ കേടാവും. ഓ ഒന്ന് പോ അമ്മ. ഞാൻ വാങ്ങിയതിന് കുറ്റം പറയാനല്ലാതെ അമ്മ വെച്ച ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. അമ്മന്റെ വിശേഷങ്ങൾ ഇതാണ്. അമ്മയ്ക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിൽ വെക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ ഇവളുടെ സ്വഭാവത്തിൽ ഇത് മൊത്തം ചളിയാക്കിയിട്ട് വരുന്നതാണ് അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് കറുപ്പ് ബാഗ് വാങ്ങും പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ്. ആ ഷൂ കാണിച്ചു കൊടുക്ക്. ഇവൾക്ക് ഇത് മതി വേറെ ഇതന്നെ വേണം പറഞ്ഞിരുന്നു അമ്മ. ഗൈസ് ഈ ഷൂ ആണ് അമ്മ അടുത്ത് ചീത്ത പറയാൻ പോണ ഷൂ. ഇത് 300 റുപ്യുള്ളൂ. ഇത് ഇന്നുമില്ല. ഇത് 160 റുപ്യുള്ളൂ. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആണ്.
ഇങ്ങനത്തെ ഷൂ ഒന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല. എന്താ പറ്റാതെ കറുപ്പ് ഷൂ എന്നിടാൻ പറ്റാത്ത കേട് വരടി. കേട് വരില്ല അമ്മ പോവാമ്മ. എനിക്കൊന്നും അറിയില്ല, കേടൊന്നും നിന്റെ ഉത്തരവാദിത്തം നാളെ വാങ്ങിക്കൊടുക്കേണ്ടത്. ഗൈസ് അങ്ങനെ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. അമ്മേൻ്റെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞങ്ങൾ വാങ്ങണതൊന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ക്വാളിറ്റി കുറവായിരിക്കും, ഇല്ലെങ്കിൽ അത് വേഗം ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീസൺ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടാറേ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിയിരിക്കുന്നത് ഗൈസ്. നാളെ ഡേ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. അയ്യോ, പിന്നെ ഒരു കാര്യം പറയാൻ, ഈ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എൻ്റെ ഞാനിങ്ങനെ മുമ്പ് എടുത്തിട്ടുണ്ട് ലോങ് വീഡിയോ, പക്ഷെ അങ്ങനെ കറക്റ്റായിട്ട് എടുത്തില്ല. എനിക്ക് അങ്ങനെ എപ്പോഴും എടുക്കേണ്ടതൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കണം ഗൈസ്. അവിടെ അമ്മ എന്തൊക്കെയോ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേന. അപ്പോൾ ഓക്കെ, ബൈ.